കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം ഭക്തനിർഭരമായി. വിഗ്രഹ ദർശന സമയത്ത് പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ വിശേഷാൽ ദീപാരാധന നടന്നു. രാവിലെ 9:30 മുതൽ ആരംഭിച്ച മഹാപ്രസാദമൂടിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹ ദർശന ദിനാഘോഷം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിലെ 66ാമത് വിഗ്രഹ ദർശന വാർഷിക ദിനമാണ് നടന്നത്. 1960 ജൂലൈ 14 മഠത്തിൽ പാച്ചു നായർ കൂറ്റൻ അത്തിമരം മുറിക്കുന്നതിനിടയിലാണ് കടപ്പാട്ടൂരപ്പൻ്റെ വിഗ്രഹം ലഭിച്ചത്. വിഗ്രഹ ദർശന സമയമായ ഉച്ചകഴിഞ്ഞ് 2:30 ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധന നടന്നു. പഞ്ചാക്ഷരി മന്ത്രജപവുമായി ആയിരങ്ങൾ ദീപാരാധന ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടി. വിശേഷാൽ പൂജകൾ, അഭിഷേകം, ധാരാനാമജപം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പറമ്പൂരിലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രേംകുമാർ എസ് പോറ്റി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിഗ്രഹ ദർശന ദിനത്തിൽ 501 പറ അരിയുടെ വിഭവങ്ങളുമായി മഹാപ്രസാദമൂട്ട് നടന്നു. രാവിലെ 9:30 അരുണാപുരം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി വീതസംഘാനന്ദജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് മഹാപ്രസാദമൂട്ടിന് തുടക്കമായത്. മഹാദേവന്റെ ഈ സുദിനത്തിൽ മഹാപ്രസാദമൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് സാധാരണ ചെല്ലാറുള്ള ഒരു ബോധന മന്ത്രമുണ്ട്. അത് ഭഗവത്ഗീതയിലെ 4ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകമാണ്. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഹരി ഓം തസ്മൈ. എൻ്റെ സാമാന്യ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിലെ യജമാനനും ആ ഹോമദ്രവ്യങ്ങളും അഗ്നിയും എല്ലാം, ആ പ്രക്രിയയും എല്ലാം ബ്രഹ്മമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ജ്ഞാനികൾ ഈ ലോകത്തെ ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഈശ്വര ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സുദിനത്തിൽ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രസാദ വിതരണത്തിന്റെ ഉദ്ഘാടനം പാലാ DYSP കെ സദൻ നിർവഹിച്ചു. കൂടപ്പുലം ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആദിത്യ കാറ്ററിംഗാണ് വിഭവങ്ങൾ ഒരുക്കിയത്. ഇതോടനുബന്ധിച്ച് 180 കിലോ ശർക്കരയുടെ പായസ പ്രസാദ വിതരണവും നടന്നു. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം മഹാപ്രസാദമൂട്ട് കഴിച്ചാണ് ഭക്തങ്ങൾ മടങ്ങിയത്. ഉച്ചകഴിഞ്ഞ് 2:30 വിശേഷാൽ ദീപാരാധനയ്ക്കും ഭക്തജന തിരക്കേറിയിരുന്നു. വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. ശിവാനന്ദ ലഹരി സ്തോത്രപാരായണം, കൈകൊട്ടിക്കളി, കുച്ചിപ്പുടി, വീരനാട്യം എന്നിവയും രാത്രി ഫ്യൂഷൻ തരംഗവുമാണ് വിഗ്രഹലബ്ധി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന പരിപാടികൾ. സാധാരണ ശിവക്ഷേത്രങ്ങളിലെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവഭഗവാന്റെ ശാന്തസ്വരൂപമായ പ്രതിഷ്ഠയുള്ള കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹലബ്ധി ദിനത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം തേടാൻ ഭക്തജനങ്ങളുടെ തിരക്കേറിയിരുന്നു. ദേവസ്വം പ്രസിഡന്റ് മനോജ് ബി നായർ, സെക്രട്ടറി സതീഷ് കല്ലക്കുളം, ഖജാൻജി ബാബു കയാർ, സിജു CS, KR രവി, മധു കോട്ടൂർ തുടങ്ങിയവർ വിഗ്രഹലബ്ധി ദിനത്തിലെ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.